ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹണീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പാല് 4 കപ്പ്, അതായത് 600 ml ആണ് ഞാൻ എടുത്തത്. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് പഞ്ചസാര, 4 മുട്ട, പിന്നെ എഗ് ഫ്രൂട്ട് ഒരെണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ എഗ് ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, അതുകൊണ്ട് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ എഗ് ഫ്രൂട്ടിന് മുട്ടപ്പഴം എന്നും കൂടെ പറയൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുട്ടയുടെയും കോൺഫ്ലവറുടെയും മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം ഇത് തിക്കായി വരും. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇത് തിളച്ച് മറിയണ്ട, ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിക്കായിട്ടുണ്ട്. കണ്ടോ, ബബിൾസ് വന്നു തുടങ്ങി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറുതായിട്ടൊന്ന് തണിയുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം അതൊന്ന് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് മിക്സും നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മിക്സും കൂടെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് തിക്കാണ്, നമുക്ക് ഇത്ര തിക്നെസ് വേണ്ട. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പകുതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ബാക്കി പകുതിയിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മളൊരു പകുതി മാറ്റി വെച്ചല്ലോ, അതിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈവച്ച് ഇളക്കി കൊടുക്കാം.
ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീം ബാറും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ പകുതി ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലൊരു ഫോയിൽ കൊണ്ട് നല്ലപോലെ ടൈറ്റാക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിന് നടുവിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിൽ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇറക്കി കൊടുത്ത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് നേരെ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ അത് ചരിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള മിക്സ് നമുക്കിതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ അടച്ചിട്ട് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിത് 8 മണിക്കൂർ ഒരു ഓവർനൈറ്റ് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഞാനതിപ്പോൾ സെർവ് ചെയ്തതാണ്. ഇനി നമ്മുടെ ഐസ്ക്രീം ബാർ എന്തായി നോക്കാം നമുക്ക്. ഈ ഫോയിൽ മെല്ലെ റിമൂവ് ചെയ്തിട്ട് അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം. അപ്പം നമുക്കത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഐസ്ക്രീം ബാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് രണ്ടും കുറച്ച് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു വെറൈറ്റി ഐസ്ക്രീമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.